വിശാൽ വധക്കേസിൽ നിരാശാജനകമായ വിധി. കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട വിധിയിൽ വ്യാപക പ്രതിഷേധം. അപ്പീലിന് ശുപാർശ ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ. സർക്കാർ സ്പോൺസേഡ് വിധിയെന്ന് BJP. നിയമപോരാട്ടം തുടരുമെന്ന് ABVPയും വ്യക്തമാക്കി. വിശാൽ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. കേസിൽ 205 രേഖകളും 55 സാക്ഷികളെയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ പ്രധാന സാക്ഷികളിൽപ്പെട്ട SFI യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അഖിലും KSU ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷൈജു സാമുവലും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾക്കനുകൂലമായി മൊഴി മാറ്റിയത് വിധിയിൽ നിർണായകമായി. പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണത്തിൽ പോലീസ് നടത്തിയ അനാസ്ഥയും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കാൻ വൈകിയതുമെല്ലാം തിരിച്ചടിയായതായാണ് വിലയിരുത്തപ്പെടുന്നത്. കേസിൽ അപ്പീൽ പോകാൻ ശുപാർശ ചെയ്യുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വിധി ന്യായം കണ്ടതിന് ശേഷം, ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും. വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാട്ടി. തെളിവുകൾക്ക് തെളിവുകൾ തന്നെ വേണം. ഒരു തെളിവില്ലാതെ ഫാബ്രിക്കേറ്റഡായ കെട്ടിച്ചമച്ചൊരു കേസ്, അതിൻ്റെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ് ഈ വിധി. കാരണം അത് ആ ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് വിധി വന്നുകൂടെ കണ്ടത്. അതിൽ കേസിൽ നിയമപരമായി വിജയിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകളാണ് കേസ് അട്ടിമറിച്ചതെന്നും കേസിൽ അപ്പീൽ പോകുമെന്നും BJPയും വ്യക്തമാക്കി. നിരാശാജനകമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മാറി മാറി വന്ന സർക്കാർ, ഇടത് വലത് സർക്കാരുകൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. നീണ്ട 13 വർഷങ്ങൾക്കിപ്പുറം വിശാൽ വധക്കേസിൽ വിധി പറഞ്ഞപ്പോൾ മത തീവ്രവാദികളുടെ അരുങ്കൊലയോടുള്ള നിയമ സംവിധാനത്തിൻ്റെ സമീപനവും ഈ വിധി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശവും എന്തെന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.